സ്വന്തമായി ഒരു സുന്ദര ഭവനം പണിയാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരു സാമ്പിളായിട്ട് ഇല്ലെങ്കിൽ ഒരു മോഡലായിട്ടൊക്കെ കണക്കാക്കാൻ പറ്റുന്ന കുറച്ച് വീടുകളാണ് നമ്മളിനി കുറച്ച് ദിവസങ്ങളിലെ സെഗ്മെൻറ്റുകളായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നൊരു വീട് പണിതിട്ട് ഒരു വർഷം പോലും ആയിട്ടില്ല, കുറച്ച് മാസങ്ങളേ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ വീട് ഒരു ട്രഡീഷണൽ രീതിയിലാണോ എന്ന് ചോദിച്ചാൽ അതെ, കണ്ടംപററി രീതിയിലാണോ എന്ന് ചോദിച്ചാൽ അതെ, അങ്ങനെ എല്ലാം കൂടി ഒരു മിക്സ് ചെയ്തിട്ടുള്ളൊരു ടൈപ്പാണ് നമുക്ക് ഇന്നത്തെ ഈ വീട് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ വീടിനെ പറ്റിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. അപ്പോൾ നിങ്ങൾക്കും ഈ കാര്യങ്ങളിൽ മോഡലുകളൊക്കെ ഒരു സാമ്പിളൊക്കെ ആയിട്ട് എടുക്കാം. വീട് പണിയുന്നവർക്ക് ഈ തരത്തിലുള്ള ഒരു ഡെക്കറേഷൻസും കാര്യങ്ങളും ഒരു ഇൻറ്റീരിയേഴ്സൊക്കെ നിങ്ങൾക്കും ചെയ്യാം. അപ്പോൾ അതിനുള്ളൊരു മോഡലായിട്ടാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ഈ വീടിനെ പറ്റിയിട്ട് ഒരുപാട് ചോദിച്ചറിയാം. ഇതാണ് നമ്മുടെ ചേച്ചിയുടെ വീടാണ്. അപ്പോൾ നമുക്ക് ചോദിച്ചു നോക്കാം, ഈ വീട് ടോട്ടൽ എത്രയുണ്ട് സ്ക്വയർ ഫീറ്റ് അളവ്? മൊത്തം വരുന്നില്ലേ? ഇത് ആര് ചെയ്ത ഇതിന്റെ മൊത്തം പരിപാടികൾ? നമ്മള് കോൺട്രാക്ട് എടുത്തേക്കായിരുന്നു. പിന്നെ മഞ്ഞളി ഗ്രൂപ്പ്സ് കൊടുത്തായിരുന്നു നമ്മളെ. അപ്പോൾ മൊത്തം എത്രയായി ഫുള്ള് പണിയൊക്കെ കഴിഞ്ഞ്? ഏകദേശം 55 ലക്ഷത്തിന്. അപ്പം 55 ലക്ഷത്തിന് ഈ ഫുള്ള് വീടും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഏതാണ്ട് 2400 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഈ വീടിൻ്റെ അകമൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. അവരുടെ ഹോൾ എങ്ങനെയാണ്, കിച്ചൺ എങ്ങനെയാണ്, ഡൈനിങ് റൂംസ്, അതേപോലെ ബെഡ്റൂം, ടോയ്ലറ്റ് എല്ലാം നമുക്ക് കണ്ടുനോക്കാം എങ്ങനെയാണ് പണിതേക്കണേന്ന്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ അകത്തോട്ട് പോയിട്ട് കൂടുതൽ വിശേഷങ്ങളൊക്കെ കണ്ട് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാനും പറ്റും. ഇവിടുത്തെ എനിക്ക് അടുത്തൊരു അട്രാക്ഷനായിട്ട് ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് ഈ ഡൈനിങ്. ഇത് എവിടെ നിന്ന് മേടിച്ചേ? ഇത് ഏത് വുഡാ? അപ്പോൾ തേക്കിൻ്റെ അല്ലേ? പിന്നെ ഈ കല്ലും സാധനങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നത് നമ്മൾ ഡിസൈൻ കൊടുത്തിട്ട് അവർ നമുക്ക് ഈ തേക്കിൻ്റെ ഇത് മെസ്സേജ് തന്നു. നമുക്ക് ഇഷ്ടമുള്ള പോലെ വർക്ക് ചെയ്യാം, ഇത് മാറ്റാനും. ഓ, അപ്പോൾ ചേച്ചിയുടെ ഐഡിയയിലാണ് ഈ കളേഴ്സും കല്ലൊക്കെ? അതെ, നല്ല കഴിവുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഡൈനിങ് ടേബിളും ഡെക്കറേഷൻസൊക്കെ നിങ്ങൾക്കും കസ്റ്റമൈസ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊക്കെ നിലമ്പൂരിൽ നിന്നാണ് മേടിച്ചേക്കുന്നത്. ഫുൾ ഓർഡർ കൊടുക്കുക ചെയ്തേക്കണേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാള്. അപ്പോൾ ടോട്ടൽ 4 ബെഡ്റൂമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ബെഡ്റൂം. അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ നമ്മൾ ടേബിൾ മേടിച്ചു കൊടുത്ത് തന്നെയാണ് നമ്മൾ കിടക്കുക ഈ ബെഡിൻ്റെയൊക്കെ പണിയിപ്പിച്ച് മേടിച്ചേക്കുന്നത്. എല്ലാം ഒരു സ്ഥലത്തു നിന്നായിരുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ ഒരുവിധം എല്ലാ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. അപ്പോൾ ബാത്റൂം ഇതുപോലെ ടൈലൊക്കെ ചെയ്ത് അത്യാവശ്യം ഒരു മിററും വാഷ് ബേസിനൊക്കെ വെച്ചിട്ടാണ് കംപ്ലീറ്റ് ചെയ്തേക്കണേ. അതേപോലെ നമ്മൾക്ക് അവിടെ നിന്ന് കിടന്നു. പിന്നെ അടുത്ത റൂമിൻ്റെ ഒരു അകമാണ് ഈ കാണുന്നത്. അപ്പോൾ നല്ല ടൈലും, ഇത് കിഡ്സിൻ്റെ റൂമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു കിഡ്സിന് പഠിക്കാനുള്ളൊരു ടേബിളും അങ്ങനത്തെ ചെറിയൊരു ഷെൽഫും ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്തേക്കുന്നൊരു നല്ലൊരു ബെഡ്റൂമ്. ഈ ബെഡും നമ്മളീ പറഞ്ഞ പോലെ നിലമ്പൂർ അവിടെ നിന്നാണ് മേടിച്ചേക്കുന്നത്. എല്ലാം കൂടി കോൺട്രാക്ട് കൊടുക്കുക ചെയ്തേക്കണേ. പിന്നെ ജീസസിൻ്റെ ചെറിയൊരു രൂപമൊക്കെ അവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ഷോ ലൈറ്റ്സുകൾ എല്ലായിടത്തും ഉണ്ട്. അത് ഈ ഷോ ലൈറ്റ്സ് ഒരു പ്രത്യേക ഭംഗിയാട്ടോ വീടിന് കൊടുക്കുന്നത്. പിന്നെ ഈ ഡൈനിങ് റൂമിനോട് ചേർന്ന് തന്നെ, അതായത് നമ്മുടെ കിച്ചണിനോടും ചേർന്ന് ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട് വാഷ് ബേസിൻ്റെ ഡിസൈനൊക്കെ കാണാൻ. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ കിച്ചണാണെങ്കിൽ ഫുള്ള് റാക്കും ഷെൽഫൊക്കെ ആയിട്ട് ഫുള്ള് ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു കിച്ചണാണ്. അപ്പോഴാണ് അവിടെ ഒരു ചിക്കൻ വറക്കണ കണ്ട് എൻ്റെ കണ്ണതിലോട്ട് പോയി 2 നിമിഷത്തേക്ക്. ഞാൻ വന്ന ലക്ഷ്യം മറന്നുപോയി. അതിനുശേഷം പിന്നെ നമ്മൾ കിച്ചൺ നോക്കാം. കിച്ചൺ ഇതേപോലെ 2, ആക്ച്വലി 3 എന്ന് പറയാം കിച്ചൺ. അപ്പോൾ അതിലൊരു ലാസ്റ്റത്തെ 3rd വണ്ണ് ഒരു സ്റ്റോർ റൂം പോലെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാൻ. പിന്നെ ഈ വീടിൻ്റെ ഒരു ഹൈലൈറ്റ് ചുറ്റോറും ഗ്രീനറീസാണ്. ഫുള്ള് പറമ്പും കാര്യങ്ങളൊക്കെയാണ് ചുറ്റും. അപ്പോൾ നല്ലൊരു പീസ്ഫുൾ അന്തരീക്ഷമാണ്. ഇനി നമുക്കിതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ കാണാം. അപ്പോൾ നല്ല ടൈലൊക്കെ ഇട്ട് അവിടെയും ഒരു പൂച്ചെടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റെപ്പ് മെല്ലെ കയറി മുകളിലെത്തിക്കഴിയുമ്പോൾ അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ വിൻഡോസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കേർട്ടനൊക്കെ പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സൺലൈറ്റ് കിട്ടുന്ന പോലെ തന്നെയാണ് ഈ വീടിൻ്റെ ഉള്ളിലും അത്യാവശ്യം സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നടന്ന് ഫസ്റ്റ് ഫ്ലോറിലെത്തി. ഒരു സ്റ്റീൽ ഹാൻഡാണ് നമ്മുടെ സ്റ്റെയർ കേസിനുള്ളത്. അപ്പോൾ കയറി ചെല്ലുമ്പോൾ നമുക്ക് നേരെ കാണുന്നൊരു ഡോർ. അത് തുറന്നു കഴിഞ്ഞാൽ പുറത്തോട്ടുള്ളൊരു വ്യൂ വിത്ത് വോയിസ് ഞാൻ കേൾപ്പിച്ചതരാം കേട്ടോ. അപ്പോൾ
അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലുള്ള പുറത്തേക്കുള്ള വ്യൂ ഉള്ളൊരു ബാൽക്കണി. പിന്നെ സൈഡിലോട്ട് പോയാൽ നമുക്കവിടെ തുണിയൊക്കെ ഉണക്കാനിടാനുള്ളൊരു സ്പേസൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് എല്ലാവർക്കും വട്ടം കൂടി ഇരുന്ന് വർത്താനം പറയാനും നല്ലൊരു രസമാണ്. അപ്പോൾ എന്താ പറയുക, 2 സൈഡിലും ബാൽക്കണി ടൈപ്പാണ് നമുക്ക് ഈ വീടിനുള്ളത്. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ഗ്രീനറിയൊക്കെ ഉള്ളൊരു സ്പേസാണ്. അതുകൊണ്ട് തന്നെ നല്ല രസമാണ് ഈ ബാൽക്കണിയിലൊക്കെ ഒന്ന് ഇറങ്ങിയിരിക്കാൻ. രാത്രിയായാലൊക്കെ മഴയൊക്കെ പെയ്ത് അവിടെ ഇരുന്ന് ബുക്കൊക്കെ വായിക്കാൻ നല്ല രസമാണ്. ഞാനൊന്ന് ട്രൈ ചെയ്തായിരുന്നു കുറച്ച് നേരം അവിടെ പീസ്ഫുള്ളായിട്ടിരിക്കാൻ. നല്ല രസമുള്ളൊരു ഏരിയ ആണത്. അപ്പോൾ അതേപോലെ താഴത്തെ 2 ബെഡ്റൂം, അതുപോലെ മുകളിൽ 2 ബെഡ്റൂം. അപ്പോൾ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. അപ്പോൾ ഇവിടെയും ഇതുപോലെ തേക്കിൻ്റെയൊക്കെ ഒരു കട്ടിലും പിന്നെ ഷെൽഫ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് അവിടെയും അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്, ടോയ്ലറ്റ് ഉണ്ട്. അങ്ങനെ നമുക്ക് അടുത്ത റൂമിലേക്ക് നോക്കാം. അവിടെ കൊച്ചിൻ്റെ ഒരു ജീപ്പൊക്കെ ഇരിപ്പുണ്ട് കളിക്കണേ. അങ്ങനെ അവിടെയും ഒരു ബെഡ്, അറ്റാച്ച്ഡ് ബാത്റൂം, ടോയ്ലറ്റ്, വാഷ്റൂമുണ്ട്. പിന്നെ വിൻഡോസ് എല്ലാ റൂമിനും അത്യാവശ്യമുണ്ട്, നല്ല വലുപ്പത്തിൽ തന്നെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് വീണ്ടും താഴോട്ട് പോവാം. അവിടെ നമ്മുടെ ഫാമിലിയൊക്കെ ഇരിപ്പുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി കുറച്ച് കാര്യങ്ങളൊക്കെ കൂടി കാണാം. പിന്നെ ഇതിൻ്റെ കുറച്ചും കൂടി ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് പറയണമെന്നുണ്ടാവില്ലേ, അതും നമുക്ക് ചോദിച്ചറിയാം. പിന്നെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി വേറെ കൂടുതൽ ഇൻഫർമേഷൻ, അതായത് ബിൽഡേഴ്സിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്ലാന് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അവരോട് ചോദിച്ചിട്ട് കൂടുതൽ ഇൻഫർമേഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കാം. അപ്പോൾ ഇപ്പോൾ പറഞ്ഞല്ലോ ഇത് നമ്മൾ കോൺട്രാക്റ്റ് കൊടുത്തതെന്നൊക്കെ. അപ്പോൾ ഇത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്ന ഇങ്ങനെ ആയിരിക്കണം ഈ വീട്, എൻ്റെ മനസ്സിൽ എൻ്റെ സ്വപ്ന വീട് ഇങ്ങനെ ആവണം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന? അത് നമ്മള് അവിടെ എഞ്ചിനീയർമാർ നമ്മുടെ ചോദിക്കും എങ്ങനെയാണ് ചെയ്യേണ്ട, ആഗ്രഹം എന്താണ്. അപ്പൊ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ലിവിങ് ഏരിയയും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വേണം, ഡൈനിങ് ഏരിയയും അങ്ങനെയൊക്കെ വേണം. ഇവിടെ ലിവിങ് ഏരിയയിൽ വന്നിരുന്നു കഴിഞ്ഞാൽ അവിടെ ഡൈനിങ് ഏരിയയിൽ കുഴപ്പമുണ്ടാവില്ലല്ലോ. അങ്ങനെ ഒരു തോട്ട് ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു പ്രത്യേകമായ ഇതുണ്ടായിരുന്നു. പിന്നെ ഈ കർട്ടന് കാര്യങ്ങൾ, ഇതിൻ്റെ ലൈറ്റ് അറേഞ്ച്മെന്റ്സ്, ഇതിൻ്റെ സോഫയുടെ ഒക്കെ കളറ്, അങ്ങനെ ഓരോന്നും കളറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അതെ, അപ്പോൾ ചേച്ചിയുടെ ഐഡിയ ആയിരുന്നോ ഈ കളറും കാര്യങ്ങളൊക്കെ? ഐഡിയ ആയിരുന്ന. പിന്നെ ഈ രൂപക്കൂടൊക്കെ നമ്മൾ സെപ്പറേറ്റ് പണിയിപ്പിച്ചതാണോ അതോ ഇവർ തന്നെ കോൺട്രാക്ട് കൊടുത്തതിലൊക്കെ? ശരിമാരുണ്ടായിരുന്നല്ലോ നമുക്കായിട്ട് തന്നെ. ഇതിപ്പോ എത്രയായി വീട് പണിത് കഴിഞ്ഞിപ്പോ എത്ര നാളായി? ഇതിപ്പോ നമ്മള് ഈ വിഷുവിന് ഏപ്രിലാണ് 1 ഇയർ ആവാൻ പോണേ. ആയിട്ടില്ല, ആവാൻ പോണു വിഷുവിന്. ആവും. ഓക്കെ. അപ്പൊ ഇത് ഈ വീടിന്റെ ഈ മോഡലിൽ നമ്മൾ എന്തെങ്കിലും പ്രത്യേക വല്ല പേരും പറയാം? ഇപ്പൊ നമ്മൾ പറയില്ലേ കണ്ടംപററി ഡിസൈൻ ആണ്, അങ്ങനെ ട്രഡീഷണൽ രണ്ടും കൂടി മിക്സ് ആയിട്ടാണ് പുറത്ത് നോക്കിയാൽ തോന്നാ. കണ്ടംപററി ആണെന്ന് വെച്ചാണ്, അല്ല ഇനി കേരള മോഡലാണെന്ന് വെച്ചാണ്, അങ്ങനത്തെ ഒരു മിക്സ് ആയിട്ടുള്ള. അപ്പൊ നല്ല സെന്റ് ടോട്ടൽ എത്ര ബെഡ്റൂം ആയിരുന്നു നമുക്ക്? നമുക്ക് 4 ബെഡ്റൂം, മുകളിൽ 2, താഴെ 2 ബെഡ്റൂം, താഴെ 2 ബെഡ്റൂം. അപ്പൊ എന്തായാലും വീട് ഇങ്ങനെ കണ്ടിട്ട് നല്ല ഇഷ്ടപ്പെട്ടു. ഇതിന്റെ പുറത്തൊക്കെ ഭയങ്കര ഏരിയ ഗ്രീനറി ഒക്കെ ആണല്ലേ ചുറ്റും, ഈ മഴയൊക്കെ. നമുക്കിനി ഇതൊക്കെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമുണ്ട്. നമ്മൾ അതിലേക്ക് എത്തിച്ചിട്ടില്ല, അവിടേക്ക് എത്തിയിട്ടില്ല. കുറേശ്ശെ നമുക്ക് ഇങ്ങനത്തെയൊക്കെ ഇത് കാണാൻ ആർക്കെങ്കിലും ഇങ്ങനത്തെ ട്രെയിനിങ് ടേബിളൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇപ്പൊ നമുക്കിത് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അവരത് പണിതിട്ട് നമുക്ക് വീട്ടിലേക്ക് അവർ ഡെലിവറി ചെയ്ത് തരും. ഡെലിവറി ചാർജ് എടുക്കില്ല, പണിയാനുള്ള കാശ്, മരത്തിന്റെ കാശ് അത് മാത്രമേ എടുക്കുള്ളൂ. നമുക്ക് വേണമെങ്കിൽ മരം നമുക്ക് പോയിട്ട് സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പോയിട്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇത് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇത് ഓർഡർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഡെലിവറി ചാർജൊന്നുമില്ല, മരത്തിൻ്റെയും പണിക്കാശും മാത്രമേ അവർ എടുക്കുള്ളൂ എന്ന് പറയണം. അപ്പോൾ നല്ല രസമുണ്ട്. ഇത് നിലമ്പൂരിൽ നിന്ന് ചെയ്യിപ്പിച്ചതാണ്. അപ്പോൾ ഈ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഈ ഡൈനിങ് ടേബിളിന് ഏകദേശം എത്ര വരും? ഏകദേശം ഒരു 40,000 അടുത്താണ് ഡൈനിങ് ടേബിൾ ചിലവ് വന്നേക്കണത് അല്ലേ? അപ്പോൾ 40 ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടൈപ്പ് മോഡൽ തേക്കിലൊക്കെ കിട്ടും. എന്നാണ് അവർ ചെയ്യിപ്പിച്ചേക്കണേ. അപ്പോൾ മൊത്തം ഒരു ഓർഡർ കൊടുത്ത് ചെയ്യിപ്പിക്കലായിരുന്നല്ലേ വീടിന് ഫുള്ള്?
അപ്പോൾ ഇവിടുത്തെ ഫർണിച്ചേഴ്സൊക്കെ കുറച്ച് ഹൈലൈറ്റ് ആണ്. അതാണ് ഞാൻ ഒന്നും കൂടിയും ബെഡ്റൂമും അവിടുത്തെ ഷെൽഫ് കാര്യങ്ങളൊക്കെ ഒന്ന് സൂം ചെയ്ത് കാട്ടിയത്. കാരണം എല്ലാവരും ഓർഡർ കൊടുത്ത് നിലമ്പൂരിൽ നിന്ന് വരുത്തിച്ചിട്ടുള്ളതാണ്. നല്ല മിററായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. പിന്നെ നമ്മളവിടെ നിന്ന് ഇറങ്ങാൻ നേരത്ത് നല്ല മഴ പെയ്തു തുടങ്ങി. അപ്പോൾ ഇത് നമ്മുടെ ചേട്ടൻ്റെ വീടാണ്. അപ്പോൾ ചേട്ടനും ചേച്ചിയും പിള്ളേരാണ് അവിടെ സ്റ്റേ ചെയ്യണേ. അപ്പോൾ എന്തെങ്കിലും ഇൻഫർമേഷനൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അപ്പോൾ ഈ വീടും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്തോ, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. കാരണം ഞാൻ ഇനിയും അടുത്തടുത്ത വീഡിയോസ് നല്ല നല്ല വീടുകളുടെ അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത് കണ്ട എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൊമെൻറ്റ്സ് ഓഫ് ലൈഫ് ബിൻസി.